ഹലോ. അപ്പം ഞങ്ങളുടെ കനീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്രാട ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാനും നല്ല പലഹാരപ്പണിയിലാണ്. അച്ചപ്പം ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അമ്മയാണ് അതൊക്കെ സെറ്റാക്കിയത്. ഞാൻ ചെറിയൊരു ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതാണ് ആ ഒരുക്കം കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് അമ്മ ഇവിടെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടി പലഹാരങ്ങൾ ഉണ്ടാക്കി. ഉണ്ണിയപ്പം കുറച്ചുണ്ടാക്കി, അതുപോലെ അച്ചപ്പമൊക്കെ ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്തുള്ള വീടുകൾക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അവർക്കൊക്കെ കൊണ്ടുകൊടുത്ത് വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ അച്ചപ്പവും ഉണ്ണിയപ്പവും അതുപോലെ നല്ല പാൽ ചായയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ മൂന്നാളിരുന്ന് കഴിക്കണം. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, പുറത്ത് പോയിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും കനിയും പിന്നെ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങളുടെ വല്യച്ഛൻ്റെ മരുമകളാണ് കേട്ടോ. ആ ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ തൃക്കാക്കരപ്പന ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഇന്ന് തന്നെയാണ് വെക്കണതും. ഞങ്ങൾക്ക് നേരം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നാണ് ഉണ്ടാക്കിയത്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു, നമുക്കിന്ന് വൈകിട്ട് തൃക്കാക്കരപ്പന വയ്ക്കാമെന്ന്. അങ്ങനെ ചേച്ചി ഉണ്ടാക്കി തന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. വേഗം തന്നെ ചേച്ചി ഉണ്ടാക്കി തന്നു. പിന്നെ അതിലേക്കുള്ള പൂക്കൾ, അതിന് തറയിൽ പൂക്കൾ ഇടാൻ വേണ്ടിയുള്ള അതൊക്കെ ഞങ്ങൾ പറിച്ച് സെറ്റാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മപ്പോഴേക്കും അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ മാവും ഒക്കെ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് ഞാനവിടെ കോലമൊക്കെ വരച്ച്. അപ്പോൾ കനിമോൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വീടൊക്കെ ഒന്ന് വീഡിയോ എടുത്ത്, ഞങ്ങളവിടെ നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ, കുറേ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞ് അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ തൃക്കാക്കരപ്പന ഓരോന്നിനായിട്ട് അങ്ങനെ വെച്ച് അമ്മ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മയും അവിടെ എല്ലാവരും ചെയ്തു തരുന്നതാണ്. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് അമ്മ പറയുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളുണ്ടാവും, അമ്മയ്ക്ക് അറിയില്ല. എന്നാലും അമ്മ ഒരുവിധമൊക്കെ ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ വീടിന് നല്ലൊരു ഐശ്വര്യമുണ്ട് കാണാൻ. കാരണം നല്ല ഭംഗിയുണ്ട്. എല്ലാതും കൂടി ഇരിക്കുമ്പോഴും ആ പൂക്കളും അങ്ങനെ എല്ലാതും കണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആർപ്പ് വിളിക്കണം. ആർപ്പ് വിളിക്കാൻ അമ്മയ്ക്ക് എനിക്കും മടി. അങ്ങനെ അടുത്തുള്ളവരൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ ആർപ്പ് വിളിക്കുക. ചിരിയും വരുന്നുണ്ട്. എന്നാലും ഞങ്ങളെല്ലാവരും നിന്ന് ആർപ്പൊക്കെ വിളിച്ച്, ഞങ്ങൾ അടുത്തുള്ളവരും അതുപോലെ വല്യമ്മ എല്ലാവരും കൂടെ ഞങ്ങൾ ആർപ്പ് വിളിച്ച് പിന്നെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഓണത്തിന് തലേദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തുള്ള പണികളായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് പുളിഞ്ചി, കാളൻ, അതുപോലെ നാരങ്ങക്കറിയൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുളിഞ്ചി തിളയ്ക്കുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഒക്കെ ഞങ്ങളെല്ലാവരും ഇരുന്ന് മുറിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ തലേദിവസം ഇരുന്നപ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.